ഡയാസോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് അനിലീനിൽ നിന്നാണ്. നമുക്കറിയാം അനിലീൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആരോമാറ്റിക് അമീനാണ് അല്ലേ? സോ അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് sodium nitrite and HCl at a temperature of 273 to 278 Kelvin and form corresponding benzene diazonium chloride. അതായത് അനിലീനെ സോഡിയം നൈട്രൈറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മിക്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. ഈ റിയാക്ഷൻ നടത്തുന്നത് 0 to 5 ഡിഗ്രി സെൽഷ്യസിലാണ്, അതായത് 273 to 278 കെൽവിൻ ടെമ്പറേച്ചറിൽ. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നമ്മൾ സാധാരണയായിട്ട് നടത്തുക റിയാക്ഷൻ മിക്സ്ചറിനെ ഒരു ഐസിൽ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിലേക്കാണ് ആഡ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ടെമ്പറേച്ചർ 0 to 5 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ ടെമ്പറേച്ചർ 0 to 5 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അനിലീനിലേക്ക് സോഡിയം നൈട്രൈറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്യുക വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അപ്പോൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ C6H5N2+Cl-. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് സോഡിയം നൈട്രൈറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ദ ഇൻസിറ്റു പ്രൊഡക്ഷൻ ഓഫ് നൈട്രസ് ആസിഡ്. ഈ റിയാക്ഷൻ മിക്സ്ചറിൽ തന്നെ നൈട്രസ് ആസിഡ് ഫോം ചെയ്യുന്നതിന് സഹായകരമാകുന്നു. അപ്പം ഇത്തരത്തിൽ അനിലീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഈ റിയാക്ഷനെ നമ്മളൊരു പേര് വിളിക്കും. സാധാരണയായിട്ട് പ്രൈമറി ആരോമാറ്റിക് അമീൻ ഇസ് കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് ഡയാസോണിയം സോൾട്ട്. ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ. പ്രൈമറി ആരോമാറ്റിക് അമീനിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഡയാസോണിയം സോൾട്ടാക്കി മാറ്റുന്ന റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ. ഈ ഡയാസോട്ടൈസേഷൻ റിയാക്ഷന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നിർമ്മാണത്തിന് ഈ ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ ഒരു പ്രൈമറി സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാസോണിയം സോൾട്ടുകൾ നമ്മൾ പറഞ്ഞു അത്ര ഹൈലി സ്റ്റേബിൾ അല്ല അല്ലേ? അവ ചെറിയ സമയം മാത്രമേ അത് സ്റ്റേബിൾ ആയിട്ടിരിക്കുകയുള്ളൂ, പിന്നീട് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബെൻസീൻ ഡയാസോണിയം സോൾട്സുകളൊന്നും തന്നെ നമ്മൾ കുറേ നാളത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. അപ്പോൾ ഉണ്ടാക്കുന്നു, അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നു. ആ രീതിയിലാണ് ഇവയുടെ പ്രിപ്പറേഷൻ നടക്കുന്നത്. നമുക്ക് പല ഓർഗാനിക് ഫീൽഡിലും ഉപയോഗമുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതുകൊണ്ട് തന്നെ അതാത് സമയങ്ങളിൽ ആവശ്യമനുസരിച്ച് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പം അതും ഒന്ന് ഓർത്തിരിക്കുക. ഡ്യൂ ടു ദെയർ ഇൻസ്റ്റെബിലിറ്റി the diazonium salt is not generally stored and it is used immediately after the preparation. Preparation ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കാറാണ് പതിവ്.